ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തുള്ള നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റിലാണ്. അടിപൊളി വ്യൂ ആട്ടോ ഗൈസ്. സമയം ഇപ്പോൾ 7 മണിയായിരിക്കുകയാണ്. 7 മണിയാകുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ നല്ലൊരു സൺറൈസ് കാണാം, ചിലപ്പോൾ ഇതുപോലെ ഫുള്ള് കോടയായിരിക്കും. അടിപൊളി വ്യൂ. അവിടെ നിന്ന് താഴേന്ന് കുറച്ച് കയറി വരുന്നുണ്ട്, അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഞ്ഞാണ് ഗൈസ്. നമ്മളെപ്പോൾ യാത്ര ചെയ്താലും ഒന്നും വെറുതെ ആവാറില്ല, അതുപോലെ തന്നെ ഇതും വെറുതെ ആയില്ല. ഇതൊക്കെ കോട വന്നിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് പല വഴികളുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നിയത് കോതമംഗലത്തിൽ നിന്നും ചേലാട് കുട്ടമ്പുഴ റോഡിൽ വരുമ്പോൾ മലയങ്കി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തൊരു 10 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സെൻറ്റ് തോമസ് മൗണ്ടിലേക്ക്. നമ്മളങ്ങനെ 5:30 ആയപ്പോഴേക്കും താഴെ എത്തിയിരുന്നു കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസൊക്കെ അതിലാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഒന്നാമത്തെ കുരിശെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കല്ലിമുൾ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കയറി തുടങ്ങിയിട്ടുള്ളൂ. 3ാമത്തെ കുരിശെത്തിയിട്ടുണ്ട്. നമുക്കിനിയും കിടക്കുന്നുണ്ട് കുറേ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്ര വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാളായി നമ്മൾ ഈ വഴിക്ക് വന്നിട്ട്. ഇതുപോലെ പല ഇങ്ങനെ കുരിശ് കാണാം. കുരിശുമല കേട്ടോ ശരിക്കും. സെൻറ്റ് തോമസ് മൗണ്ട് എന്നാണ് ഈ ഇതിൻ്റെ പേര് വരുന്നത്, നാടുകാണി. ഗൈസ്, അങ്ങനെ നമ്മൾ 8ാമത്തെ കുരിശെത്തിയിരിക്കുകയാണ്. കൂടെ വന്നവരൊക്കെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. കാണിച്ചു തരാം. ആഞ്ഞ് നടക്കണ ബാംഗ്ലൂരിൽ നിന്നും സ്പെഷ്യലായി ഇറക്കുമതി ചെയ്ത പുതിയൊരു ഐറ്റമാണിത്. ഇത് നാട്ടിലുള്ള ഐറ്റമാണ്. അപ്പം നേരം ഇങ്ങനെ പരപരാന്ന് വെളുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിൽ ചെറുതായിട്ട് ടയേർഡായി തുടങ്ങി. കുറേ നാളായില്ല എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ 10ാമത്തെ കുരിശെത്തിയിരിക്കുകയാണ്. കണ്ടോ നമ്മൾ വന്ന വഴി. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. മലയാറ്റൂർ മലയൊക്കെ പോലെ തന്നെ ഇത്ര ഹൈറ്റ് ഇല്ല, അത്ര ലെങ്ത് ഇല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് മുമ്പ് കയറിയ ആൾക്കാരാട്ടോ. റെസ്റ്റ് എടുത്താണ് പോണത്. മഴയത്തൊക്കെ ആണെങ്കിൽ മഴ സമയത്ത് തന്നെ കോടയൊക്കെ ഉണ്ടാവും കാര്യം. പക്ഷെ ഇവിടെ ഭയങ്കര വഴുക്കലൊക്കെ ആയിരിക്കും. ഗൈസ്, നമ്മളങ്ങനെ ഏകദേശം ടോപ്പിലെത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 11ാമത്തെ കുരിശെത്താറായി. ചെറിയൊരു മഴക്കാറും മൂടലൊക്കെ ഉണ്ട്. സൺറൈസ് ആണെന്ന് വിചാരിച്ച് വന്നതാണ്. ഗൈസ്, ഇതുപോലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ട. വേനലായിട്ട് പോലും ഇവിടെ ഇത്തിരി ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. തലേദിവസത്തെ മഴയൊക്കെ ആയിരിക്കാം. ഇവിടെ എപ്പോൾ വന്നാലും ഇതുപോലെ ചെറിയ വെള്ളമൊക്കെ കാണാം കേട്ടോ, ഇത്ര ഹൈറ്റിലായിരിക്കണമെങ്കിലും. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഒരു സൈഡിലെ വ്യൂ. ഇതാണ് നമ്മുടെ മെയിൻ കുരിശ് വരുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ല രസമുണ്ട്. സൺറൈസൊക്കെ കാണാൻ ബെസ്റ്റാണ്. പക്ഷെ ഇന്നെന്തോ കോട കാരണം സൺ വരുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു തവണ വന്നപ്പോൾ ഇവിടെ കുരങ്ങിനെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അധികം ഉള്ളതല്ല, എന്തോ അപ്രതീക്ഷിതമായി കണ്ടതാണ്. മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ നിറച്ചിങ്ങനെ പുല്ലൊക്കെ ആയിരിക്കും, നല്ല രസമായിരിക്കും. ഇതിപ്പോൾ എല്ലാം ഉണങ്ങി വേനലായതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് 14ാമത്തെ കുരിശ്. ഇവിടുത്തെ വിളിക്ക് എല്ലാവരും ഡൗൺ ആയിട്ടാണ്, നമ്മൾ ഫുൾ ആക്റ്റീവാണ്. ഇവിടെ വേറെ കുറച്ച് ഗൈസ് വന്നിരിക്കുന്നു, ബാക്കിലും കുറച്ച് ഗൈസ് ഉണ്ട്. ഒട്ടും കാറ്റില്ലല്ലോ,
ക്ലൈമറ്റ് ഇന്നത്തെ ഭയങ്കര ശോകമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കും. കാറിനൊക്കെ വന്ന് മൊത്തത്തിലൊന്ന് മൂടി കിടക്കുകയാണ്. അവിടെ മലയൊക്കെ ആണെങ്കിൽ ക്ലിയർ അല്ല, ബട്ട് മഞ്ഞ് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ മാറി മാറി ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. എവിടെയും നല്ല ആംബിയൻസ്, എവിടെയും നല്ല ആംബിയൻസ്. അങ്ങോട്ടേക്ക് നൈസാട്ടോ. ഇവൻ ഇവിടെ ചത്ത് എന്നിട്ട് വന്നടാ. ഗൈസ് നമ്മളങ്ങനെ വന്നിട്ട് സൂര്യൻ ചതിച്ചില്ല, പക്ഷെ ലൈറ്റ് പോരാ. അപ്പൊ ഗൈസ് നമ്മള് വന്നപ്പോ എന്താണ് മഞ്ഞില്ല അതില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഒരു മഴ അങ്ങ് പെയ്തു. സൂപ്പറായി, കുഴപ്പമില്ല. വ്യൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദയവായിട്ട് നന്നാന്ന് തോന്നുന്നു. നമ്മളെപ്പോൾ എവിടെ വന്നാലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. ഈ ബാംഗ്ലൂർ ബോയ് പറയാണ് ഇവിടെ ഇതേ കാണണേ മൂന്നാറിന്. ഗൈസ് നമ്മളെപ്പോൾ യാത്ര ചെയ്താലും ഒന്നും വെറുതെ ആവാറില്ല. അതുപോലെ തന്നെ ഇതും വെറുതെ ആയില്ല. ഇതൊക്കെ ഓടെ വന്നിരിക്കുകയാണ്. നമ്മളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നാണ്. അടിപൊളി ഗൈസ്. ഗൈസ് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ചെല്ലുമ്പോൾ ഉള്ള സ്ഥലത്തെ കാഴ്ചകളൊക്കെ. ഇതിപ്പോൾ എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ, ഒന്നും കാണാൻ വയ്യ. രാവിലെ 7 മണിയായിട്ടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും വേനൽ ചൂടിലും അടിപൊളിയായിട്ട് ഇങ്ങനെ കോടയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോയോ. നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും കേട്ടോ വരുന്നത്. ചിലപ്പോൾ സൺറൈസ് ആയിരിക്കും കാണുന്നത്, ചിലപ്പോൾ ഇതുപോലെ മനോഹരമായ വിഷ്വൽസ് ആയിരിക്കും കാണുന്നത്. നിങ്ങളുടെ ഒത്തിരി ബഡ്ജറ്റ് ഇല്ലെങ്കിൽ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ പിടിക്കാണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു മനോഹരമായ ജെംസ് ആയിട്ടുള്ള നാട്ടിലെ സ്ഥലങ്ങളൊക്കെ പിടിക്കുക. എന്ത് അടിപൊളി മനോഹരമായ വിഷ്വൽസ് ആണെന്നറിയോ. ഇത്രയും കുട ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചല്ല. നമ്മൾ പണ്ട് വന്നപ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു അവസ്ഥ, പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നില്ല. നമ്മളെന്തോ ലക്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓ ഇഞ്ചി അടം പോണാ അടാൻ പറ്റി അടം പോണോ. ഗൈസ് നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഇതിവനൊക്കെ എത്ര അടുത്തായിട്ട് വരും ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ നിന്ന് താഴേന്ന് കുറച്ച് കയറി വരുന്നുണ്ട്, അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മഞ്ഞാണ്. അത് നമ്മുടെ കോതമംഗലത്ത് തന്നെയാണെന്ന് ആലോചിക്കണം നമ്മൾ. ഗൈസ് നമ്മുടെ കോതമംഗലത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ നാടുകാണി വ്യൂ പോയിന്റിലേക്ക്. സെൻറ്റ് തോമസ് മൗണ്ട് നാടുകാണി എന്നാണ് അറിയപ്പെടുന്നത്. കീരമ്പാറയിൽ നിന്നും കയറി വരാം ഗൈസ്. അപ്പം നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ മലയാറ്റൂർമലയൊക്കെ പോലെ തന്നെ സിമിലർ ടു കുരിശുമല തന്നെയാണ്. 14 കുരിശുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെപ്പോലെ തന്നെ കുറേ സഞ്ചാരികളുണ്ട്, പല ജില്ലയിൽ നിന്നുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ചിറങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ മഴയൊക്കെ ആണെങ്കിൽ നല്ല വഴുക്കലുണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് ഇറങ്ങേണ്ടി വരും. ഈ ഗൈസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പൻമുടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടെമ്പിളുള്ള ഒരു ഇതുപോലത്തെ തന്നെ ഒരു ചെറിയൊരു മല തന്നെ ഉള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ഇഞ്ചത്തൊട്ടിക്ക് പോവാം, ഇവിടെ നിന്ന് നേരിമംഗലം പോവാം, ഊന്നലിൽ പോവാം ഗൈസ്. വേറെയും കുറേ ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹാഫ് ഡേ ഒക്കെ മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് വരാവുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.